നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ധ്രുവചരിതമെന്ന 17ാമത്തെ ദശകത്തിലെ 3ാമത്തെ ശ്ലോകം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഹ ഗതഃ നിജാംബാം സാ അപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദം ഏവ ശരണം ശിശവേ ശശംസ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ത്വന്മോഹിതേ പിതരി ദാരവശ്യേ പശ്യതി ദൂരം ദുരുക്തി നിഹതഃ സഹ നിജാംബാം ഗതഃ സാ അപി പുംസാം സ്വകർമ്മഗതി സന്തരണായ ത്വത്പാദമേവ ശിശവേ ശരണം ശശംസ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. ഹേ ഭഗവൻ, മായയാൽ മോഹിതനായ അപ്രകാരം തന്നെ തൻ്റെ സുരുചി എന്ന ഭാര്യയിലും വിധേയനുമായ രാജാവ് ഉത്താന പാദരാജാവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ധ്രുവനെ വളരെയധികം അധിക്ഷേപിച്ച് സംസാരിച്ചു. ഇതിൽ മനം നൊന്ത ധ്രുവൻ തൻ്റെ മാതാവിനെ സമീപിച്ചുണ്ടായ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. മാതാവാകട്ടെ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ദുഷ്കർമ്മഗതി നീങ്ങാൻ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുവാൻ തൻ്റെ പുത്രനെ ഉപദേശിക്കുകയും ചെയ്തു.